ഹായ് 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന 5 മാർക്കിൻ്റെ പ്രോബ്ലംസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ പഠിച്ചുകൊണ്ട് പോവുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസാണ്, കാരണം മാറി മാറി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ തന്നെയാണ് ഇപ്രാവശ്യവും വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, സുജാത ലിമിറ്റഡ് പർച്ചേസ്ഡ് അസറ്റ് ഫോർ 5 lakh ഫ്രം രാജ ലിമിറ്റഡ്. രാജ ലിമിറ്റഡിൽ നിന്ന് 5 lakhൻ്റെ അസറ്റ് വാങ്ങിച്ചു. കമ്പനി ഇഷ്യൂഡ് ഫുള്ളി പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ ക്യാഷിന് പകരം എന്ത് കൊടുത്തു? ഇക്വിറ്റി ഷെയർസ് കൊടുത്തു. ഷെയർസ് ഓഫ് 2 lakh were issued at par to promoters. അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സിന് 2 ലക്ഷം രൂപയുടെ ഷെയറും ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഗീവ് ജേണൽ എൻട്രീസ്. ഈ രണ്ട് മോഡൽ ജേണൽ എൻട്രീസ് എഴുതണം. അതായത് അസറ്റ് വാങ്ങിയവർക്കും കൊടുത്തത് എഴുതണം, പ്രൊമോട്ടേഴ്സിന് കൊടുത്തത് എഴുതണം. അതിന് 2 കേസും തന്നിട്ടുണ്ട്. ഷെയർസ് were issued at par. പാറിൽ ഇഷ്യൂ ചെയ്താലുള്ള ജേണൽ എൻട്രി. ഷെയർസ് were issued at പ്രീമിയം. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്താലുള്ള ജേണൽ എൻട്രി. പ്രീമിയം ഇവിടെ 20% ആണ്. അപ്പോൾ 2 ബോക്സായിട്ട് തന്നെ നമ്മൾ വരയ്ക്കണം. 2 മോഡൽ ക്വസ്റ്റ്യൻസും എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ജേണൽ എൻട്രി നോക്കിയേ. രാജ ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. കാരണം രാജ ലിമിറ്റഡിന് ക്യാഷ് അല്ല കൊടുത്തത്. അപ്പോൾ രാജ ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ 5 ലക്ഷം. സെക്കൻഡ് ജേണൽ എൻട്രി നോക്കിയേ. രാജ ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. കാരണം രണ്ടാമത്തെ കേസ് എന്താ പറഞ്ഞേക്കണേ? പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്താലുള്ള ജേണൽ എൻട്രി എന്താണെന്ന്. അപ്പോൾ പ്രീമിയം കണ്ടുപിടിക്കണേ 5 ലക്ഷത്തിൻ്റെ 20% നമുക്ക് തന്നേക്കണേ. 5 ലക്ഷത്തിൻ്റെ 20% 1 ലക്ഷം. രാജ ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ 6 ലക്ഷം, ടു ഷെയർ ക്യാപിറ്റൽ 5 ലക്ഷം, ടു സെക്യൂരിറ്റീസ് പ്രീമിയം 1 ലക്ഷം. നെക്സ്റ്റ് നോക്കിയേ. ഷെയർ ഇഷ്യൂ ടു പ്രൊമോട്ടേഴ്സ് 2 lakh ആണ്. പ്രിലിമിനറി എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഈ ജേണൽ എൻട്രി പഠിക്കണം. നമ്മൾക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ജേണൽ എൻട്രിയാണ്. പ്രൊമോട്ടേഴ്സിന് ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രിലിമിനറി എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ 2 lakh. ഇനി അത് തന്നെ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ പ്രിലിമിനറി എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. അപ്പോൾ പ്രീമിയം എത്രയാണ്? 20%ആണ്. 2 ലക്ഷത്തിൻ്റെ 20% എന്ന് പറഞ്ഞാൽ 40,000 ആണ്. അപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ 2,40,000, ടു ഷെയർ ക്യാപിറ്റൽ 2 lakh, ടു സെക്യൂരിറ്റീസ് പ്രീമിയം 40,000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ലിമിറ്റഡ് ഇഷ്യൂഡ് 2 lakh ഷെയർസ് ഓഫ് 10 each. ദ ഹോൾ ഇഷ്യൂ വാസ് അണ്ടർ റിട്ടൺ ബൈ ബി ലിമിറ്റഡ്. മൊത്തം ബി ലിമിറ്റഡ് ഏറ്റെടുത്തു. ദ കമ്പനി റിസീവ്ഡ് 1,50,000 ഷെയർ ആപ്ലിക്കേഷൻസ്. റൈറ്റ് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ദ അണ്ടർ റൈറ്റർ. കമ്മീഷൻ പേയബിൾ അറ്റ് ദ റേറ്റ് പെർമിറ്റഡ് ബിലോ. അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെ 1-2 പ്രാവശ്യം 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് അണ്ടർ റൈറ്റിംഗ്? കമ്പനി ഷെയർ ഇഷ്യൂ, പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ പബ്ലിക് ഏറ്റെടുക്കാത്ത ഷെയർ കമ്മീഷൻ ബേസിൽ ഏറ്റെടുക്കുന്നതിനെയാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയർ ഫുള്ള് ബി ഏറ്റെടുത്തോളാന്ന് ബി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ അണ്ടർ റൈറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന ഷെയർ പബ്ലിക്കായിട്ട് ഏറ്റെടുക്കുകയല്ല, ബി തന്നെ ഏറ്റെടുത്തോളാന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അണ്ടർ റൈറ്റ് ചെയ്യുന്ന ഷെയർസിന് എപ്പോഴും നമ്മൾ എന്ത് കൊടുക്കണം? കമ്മീഷൻ കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാം. നമ്മൾ പൊതുവേ സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കണേ? ഗ്രോസ് ലയബിലിറ്റി മൈനസ് മാർക്കഡ് ആപ്ലിക്കേഷൻ, അൺമാർക്കഡ് ആപ്ലിക്കേഷൻ മൈനസ് മാർക്കഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് നെറ്റ് ലയബിലിറ്റി കിട്ടും. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും മാർക്കഡ് അൺമാർക്കഡ് ഒന്നും തരാത്ത കാരണം നമുക്ക് എങ്ങനെ എഴുതാം? ഗ്രോസ് ലയബിലിറ്റി 2 lakh. അതിൽ നിന്ന് ടോട്ടൽ ആപ്ലിക്കേഷൻ റിസീവ്ഡ് ആൻഡ് ക്രെഡിറ്റഡ് 1,50,000. ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു. ആപ്ലിക്കേഷൻ സ്വീകരിക്കുമ്പോൾ തന്നെ അതിൻ്റെ പൈസയും കിട്ടിയിട്ടുണ്ടാവും. ബാക്കി നെറ്റ് ലയബിലിറ്റി 50,000. അതായത് ഇനി കൊടുക്കാനുള്ളത് 50,000. അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ 2 lakh × 10. ഇവിടെ നമ്മൾ എമൗണ്ടാണ്. നമ്മൾ അണ്ടർ റൈറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ ഷെയർസാണ് കാണിക്കുന്നതെങ്കിലും കമ്മീഷൻ എപ്പോഴും എന്താണ്? എമൗണ്ടാണ്. അപ്പോൾ ഒരു ഷെയറിന് 10 രൂപ വെച്ചാണ്. 2 ലക്ഷം × 10 × 2.5/100 50,000. ഇനി എൻ്റെ ജേണൽ എൻട്രി എങ്ങനെയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ ലിമിറ്റഡ് ടു എ ലിമിറ്റഡ് 15 ലക്ഷം. 15 ലക്ഷത്തിൻ്റെ ആപ്ലിക്കേഷനല്ലേ കിട്ടിയത്. ദെൻ എ ലിമിറ്റഡ് ടു അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ 50,000. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു എ ലിമിറ്റഡ് 50,000. നെക്സ്റ്റ് ജേണൽ എൻട്രി എ ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അതായത് 5 ലക്ഷം കൂടി കൊടുക്കാണ്ട് 50,000 നെറ്റ് ലയബിലിറ്റി ഉണ്ടല്ലോ. അതിന് 10 രൂപ വെച്ച് 5 ലക്ഷം കൂടി കൊടുക്കാണ്ട് നമുക്ക് എത്ര കൊടുത്താൽ മതി? 50,000 രൂപ കമ്മീഷൻ കഴിച്ച് ബാക്കി 4,50,000 കൊടുത്താൽ മതി. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന പ്രോബ്ലം ജോൺ സ്റ്റോക്ക് കമ്പനിയിലെ
നോട്ട്സ് ടു അക്കൗണ്ടിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ വലിയ പ്രോബ്ലം പഠിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 5 മാർക്കിൻ്റെ നോട്ട്സ് ടു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ പഠിക്കുക. അപ്പോൾ അതിനകത്ത് തന്നിരിക്കുന്ന ഐറ്റംസ് നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഡേറ്റ പ്രിപ്പയർ റെലവൻറ്റ് നോട്ട്സ് ടു അക്കൗണ്ട്. സാലറി, വേജ്, കോൺട്രിബ്യൂഷൻ ടു PF, കോൺട്രിബ്യൂഷൻ ടു ഗ്രാറ്റുവിറ്റി, സ്റ്റാഫ് വെൽഫെയർ എക്സ്പെൻസ്, എക്സ്പെൻസസ് ഓൺ ESPP, എംപ്ലോയി സ്റ്റോക്ക് പർച്ചേസ് പ്ലാൻ, ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ്, ഇൻട്രസ്റ്റ് എക്സ്പെൻസ്, ബ്രോക്കറേജ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ, ഇതൊക്കെയാണ് മെയിനായിട്ട് തന്നിരിക്കുന്ന എക്സ്പെൻസുകൾ. ഇവിടെ എല്ലാ എക്സ്പെൻസാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നോട്ട്സ് ടു അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ പ്രോബ്ലം നോക്കാം. 2 നോട്ട്സ് ടു അക്കൗണ്ടാണ് ഇവിടെ. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, ഫിനാൻസ് കോസ്റ്റ്. അപ്പോൾ എംപ്ലോയീസിന് കൊടുക്കുന്നതൊക്കെയാണ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസിൽ വരുന്നത്. സാലറി, വേജസ്, കോൺട്രിബ്യൂഷൻ ടു PF, കോൺട്രിബ്യൂഷൻ ടു ഗ്രാറ്റുവിറ്റി, സ്റ്റാഫ് വെൽഫെയർ എക്സ്പെൻസ്, എക്സ്പെൻസ് ഓൺ ESPP. അപ്പോൾ ഇതെല്ലാം എടുക്കുക, ആ ബോക്സിൽ എഴുതുക, ആഡ് ചെയ്യുക. ജസ്റ്റ് ഇത് ഇമ്പോർട്ടൻറ്റും ആണ്, അതുപോലെ തന്നെ എളുപ്പവുമാണ് കേട്ടോ. ജസ്റ്റ് ബോക്സിൽ എന്തൊക്കെ വരും, എക്സ്പെൻസുകൾ എന്തൊക്കെയാണെന്ന് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നോട്ട്സ് ടു അക്കൗണ്ട് ജസ്റ്റ് എഴുതി ടോട്ടൽ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ദെൻ ഫിനാൻസ് കോസ്റ്റ്, നമ്മുടെ കയ്യിൽ നിന്ന് പലിശ പോണത്, ഇൻട്രസ്റ്റ് എക്സ്പെൻസ്, ബ്രോക്കറേജ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ, ഇതെല്ലാം ആഡ് ചെയ്യുക. ഈ 2 പെട്ടി വരച്ച് കഴിഞ്ഞാൽ 5 മാർക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസും കൂടി നിങ്ങൾ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Barrick Limited was incorporated on 1/7/2017 to acquire a running business with effect from 1/4/2017. അപ്പോൾ 1/7/2017 ഇൻകോർപ്പറേറ്റ് ചെയ്തത്. അത് നമ്മൾ പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് എത്തിയത് 1/4/2017. അപ്പോൾ ഇവിടെ നമുക്ക് ടൈം റേഷ്യോ കണ്ടുപിടിക്കണം, സെയിൽസ് റേഷ്യോ കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ്റെ പ്രോബ്ലമാണത്. ദ അക്കൗണ്ട്സ് ഫോർ ദ ഇയർ എൻഡഡ് 31 മാർച്ച് 2018. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടൈം റേഷ്യോ നോക്കാം. എന്നാണ് ഈ ബിസിനസ് അക്വയർ ചെയ്തത്? ഏപ്രിൽ അക്വയർ ചെയ്തു, പക്ഷേ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയത് 1/7 മാത്രം. അപ്പോൾ 1/4 അക്വയർ ചെയ്യുമ്പോൾ 1/4, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 1-ാം തീയതിയാണ് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അപ്പോൾ 3 മാസം ഇത് പ്രീ ഇൻകോർപ്പറേഷനും ബാക്കി 9 മാസം, ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസമാണല്ലോ, ബാക്കി 9 മാസം ഇത് ഏതായിരുന്നു? പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് ആയിരുന്നു. അപ്പോൾ 3:9 ആണ്, അതായത് 1:3 ആണ് ടൈം റേഷ്യോ. ദെൻ നമുക്ക് കുറേ എക്സ്പെൻസ് തന്നിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, സെയിൽസ് തന്നിട്ടുണ്ട് 12 lakh, ഓഫ് വിച്ച് 2,40,000 വേർ ഫോർ ദ ഫസ്റ്റ് 6 months. അതായത് 12 ലക്ഷം ടോട്ടൽ സെയിൽസ് തന്നിട്ടുണ്ട്. അതിൽ 2,40,000 ആദ്യത്തെ 6 മാസത്തെ സെയിലാണെന്നാണ് നമ്മളോട് പറഞ്ഞേക്കണേ. അപ്പം നമുക്ക് ആദ്യത്തെ 3 മാസത്തേക്കുള്ള ടൈം പ്രീ ഇൻകോർപ്പറേഷനിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 2,40,000 6 മാസത്തെ സെയിലാണെങ്കിൽ 2,40,000/6 ചെയ്തിട്ട് ഒരു വർഷത്തെ സെയിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഒരു മാസത്തെ സെയിൽ കണ്ടുപിടിക്കണം. എന്നിട്ട് × 3 ചെയ്ത് പ്രീ ഇൻകോർപ്പറേഷനിലേക്ക് എടുക്കണം. പിന്നെ നമുക്ക് എക്സ്പെൻസ് തന്നിട്ടുണ്ട്. ഓരോ എക്സ്പെൻസും വീതിക്കേണ്ട റേഷ്യോ വ്യക്തമായിട്ട് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ആ ബേസ് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം. ഇതിലാദ്യം നമുക്ക് വർക്കിംഗ് നോട്ട് നോക്കാം. ഓൾറെഡി ടൈം റേഷ്യോ ഞാൻ പറഞ്ഞു. ഏപ്രിൽ, മെയ്, ജൂൺ പ്രീ ഇൻകോർപ്പറേഷനും ജൂലൈ തുടങ്ങി മാർച്ച് വരെ പോസ്റ്റ് ഇൻകോർപ്പറേഷനും. അപ്പോൾ 3:9 കിട്ടും. അത് വെട്ടിച്ചെറുതാക്കി നമ്മൾ 1:3. ഇനി 6 മാസത്തെ സെയിൽസാണ്, ആദ്യത്തെ 6 മാസത്തെ സെയിൽസാണ് നമുക്ക് തന്നേക്കുന്നത്. 2,40,000 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ 40,000 ഒരു മാസത്തെ സെയിൽ കിട്ടും. അപ്പോൾ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് എത്രയാണ്? 3 മാസമല്ലേ. അപ്പോൾ 40,000 × 3 1,20,000 എന്നുള്ളത് പ്രീ ഇൻകോർപ്പറേഷൻ സെയിൽ കിട്ടും. അപ്പോൾ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ എത്രയാണ്? മൊത്തം സെയിൽ 12 ലക്ഷം എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 12 ലക്ഷത്തിൽ നിന്ന് 1,20,000 കുറച്ചാൽ 10,80,000 ആണ് എന്ത്? പോസ്റ്റ് ഇൻകോർപ്പറേഷൻ സെയിൽസ് ആയിട്ട് വന്നത്. എന്നിട്ട് ഇനി നമ്മൾ സെയിൽസ് റേഷ്യോ കണ്ടുപിടിക്കണം. എങ്ങനെ? പ്രീ ഇൻകോർപ്പറേഷൻ സെയിൽ 1,20,000, പോസ്റ്റ് ഇൻകോർപ്പറേഷൻ സെയിൽ 10,80,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1:9 കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ സെയിൽസ് റേഷ്യോയും അതേപോലെ തന്നെ ടൈം റേഷ്യോയും വെച്ചിട്ട് ഇതിൻ്റെയൊക്കെ ബേസിസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ബേസിസ് വെച്ചിട്ട് വേണം നിങ്ങൾ അത് ആദ്യം പഠിക്കണം. അത് പഠിച്ചിട്ട് വേണം നമുക്കിവിടെ എന്ത് ചെയ്യാനായിട്ട്? ഈ ഡിവിഷൻസ് നടത്താനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഗ്രോസ് പ്രോഫിറ്റാണ് നമുക്ക് തന്നേക്കുന്ന ഐറ്റം. നമുക്ക് തന്നേക്കുന്ന ഐറ്റത്തിൽ ആദ്യം തന്നെ ഗ്രോസ് പ്രോഫിറ്റാണ് എ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? അതാണ് നമ്മുടെ ഇൻകം. ബാക്കി എക്സ്പെൻസ് എല്ലാം അതിൽ നിന്ന് കുറയ്ക്കണതാണ്. ആ ഫോർമാറ്റ് വ്യക്തമായിട്ട്
നിങ്ങൾ പഠിച്ചിരിക്കണം. ആദ്യം പർട്ടിക്കുലേഴ്സ്, പിന്നെ ബേസിസ്, പിന്നെ ടോട്ടൽ, പിന്നെ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ്, പിന്നെ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ്. ഇങ്ങനെയാണ് അതിൻ്റെ നമുക്ക് തന്നേക്കണ ഫോർമാറ്റ്. ആ ഫോർമാറ്റ് പഠിക്കണം. പിന്നെ ആ ഫോർമാറ്റിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഗ്രോസ് പ്രോഫിറ്റിൽ എഴുതുക. പിന്നെ എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ, അതർ ഇൻകം ഉണ്ടെങ്കിൽ അതും എഴുതുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് എക്സ്പെൻസ് എഴുതേണ്ടത്. എന്നിട്ട് ആ ടോട്ടലിൽ നിന്ന്, ഇൻകത്തിൻ്റെ ടോട്ടലിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? എക്സ്പെൻസ് കുറയ്ക്കണം. അങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് ഇവിടെ കണ്ടുപിടിക്കുന്നത്, നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിൽ കിട്ടുന്ന പ്രോഫിറ്റ് ക്യാപിറ്റൽ റിസർവിലേക്കും പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിൽ കിട്ടുന്ന പ്രോഫിറ്റ് എവിടേക്കും മാറ്റണം? റവന്യൂ പ്രോഫിറ്റിലേക്കും ആണ് മാറുന്നത്. അപ്പോൾ പ്രീ ഇൻകോർപ്പറേഷനിലെ പ്രോഫിറ്റ് ക്യാപിറ്റൽ റിസർവിലേക്കും, മറ്റേത് നമ്മൾ എന്തായിട്ട് എടുക്കണേ? റവന്യൂ ആയിട്ടാണ് എടുക്കുന്നത്. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. ജയൻ സാറിൻ്റെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 258, പഴയ ടെക്സ്റ്റിൽ 258 ആണ്. വ്യക്തമായിട്ട് ഈ സെയിം ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? 3 lakh. ഗ്രോസ് പ്രോഫിറ്റ് വീതിക്കുന്ന റേഷ്യോ എന്താണ്? സെയിൽസ് റേഷ്യോ ആണ്, 1:9. അപ്പോൾ 3 lakh × 1/10, 30,000 പ്രീ ഇൻകോർപ്പറേഷനിലും 9/10, 2,70,000 കിട്ടും. അത് പോസ്റ്റ് ഇൻകോർപ്പറേഷനിലും കാണിക്കണം. എക്സ്പെൻസിൽ ആദ്യത്തെ എംപ്ലോയി ബെനിഫിറ്റ് കോസ്റ്റാണ്. എംപ്ലോയി ബെനിഫിറ്റ് കോസ്റ്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് എന്താണ്? സാലറി ആണ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. അതെത്രയാണ്? 64,000. അത് ആ എക്സ്പെൻസ് സാലറി നമുക്ക് മാസാമാസമുള്ള സാലറി കിട്ടണേ. അപ്പോൾ ടൈം റേഷ്യോയിലാണെന്ന് ഓർക്കുക. 1:3. അതായത് 64,000 × 1/3 പ്രീ ഇൻകോർപ്പറേഷനിലും 64,000 × 1/4 1:3 ആണ്. അപ്പോൾ 1/4. 64,000 × 1/4 പ്രീ ഇൻകോർപ്പറേഷനിലും 64,000 × 3/4 പോസ്റ്റ് ഇൻകോർപ്പറേഷനിലും എഴുതുക. ബാക്കി അതർ എക്സ്പെൻസ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഫീ, ബാഡ് ഡെപ്റ്റ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ബാഡ് ഡെപ്റ്റ് എടുത്തിട്ടുണ്ട്. ബാഡ് ഡെപ്റ്റ് ഏതാ? ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടമായിട്ട് വിൽക്കുമ്പോൾ അവർ പൈസ തരാതിരിക്കുന്ന അവസ്ഥയാണ് എന്ത്? ബാഡ് ഡെപ്റ്റ് ആയിട്ട് വരുന്നത്, കിട്ടാക്കടം. അപ്പോൾ ബാഡ് ഡെപ്റ്റ് എപ്പോഴും സെയിൽസ് റേഷ്യോ ആണ്, 1:9. 3,600 1:9 വീതിക്കുക. അതായത് പ്രീ ഇൻകോർപ്പറേഷനിൽ 3,600 × 1/10, പോസ്റ്റ് ഇൻകോർപ്പറേഷനിൽ 3,600 × 9/10 വരും. അഡ്വർടൈസിങ് ടൈം റേഷ്യോയിൽ 12,000 തന്നിട്ടുണ്ട്. ടൈം റേഷ്യോയിൽ വീതിക്കുക. അപ്പോൾ 1/4, അതേപോലെ തന്നെ 3/4. ഇനി ഡയറക്ടേഴ്സ് ഫീയും പൊളിറ്റിക്കൽ ഡൊണേഷനും ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ പോസ്റ്റ് ഇൻകോർപ്പറേഷനിൽ മാത്രമേ വരുള്ളൂ. അതുപോലെ തന്നെ പ്രിലിമിനറി എക്സ്പെൻസ്, ഈ 3 ഐറ്റം പോസ്റ്റിൽ മാത്രമേ വരുള്ളൂ, പ്രീയിൽ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഒന്നിൽ ഹൈഫൺ കൊടുക്കുക, അല്ലെങ്കിൽ 0 കൊടുക്കുക. എന്നിട്ട് നമ്മളത് പോസ്റ്റിലേക്ക് മാത്രം എഴുതുക. പിന്നെ ടാക്സ് ഓഡിറ്റ് ഫീ ആണ്. ടാക്സ് ഓഡിറ്റ് ഫീ, സാധാ ഓഡിറ്റ് ഫീ ടൈം റേഷ്യോയിലും ടാക്സ് ഓഡിറ്റ് ഫീ സെയിൽസ് റേഷ്യോയിലാണ് വീതിക്കുന്നത്. അപ്പോൾ അത് സെയിൽസ് റേഷ്യോയിൽ വീതിച്ച് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ടോട്ടൽ എന്നുള്ള ആ കോളോൺ ടോട്ടൽ ചെയ്യുക നമ്മൾ. അതേപോലെ തന്നെ പ്രീ ഇൻകോർപ്പറേഷൻ്റെ എക്സ്പെൻസും ടോട്ടൽ ചെയ്യുക. അതേപോലെ തന്നെ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ്റെ എക്സ്പെൻസുകൾ മാത്രമാണ് ഈ ടോട്ടൽ ചെയ്യണത്. ടോട്ടൽ ചെയ്ത് ഇവിടെ എഴുതുക. അപ്പോൾ എത്ര കിട്ടി? ടോട്ടൽ കോളത്തിൽ എക്സ്പെൻസ് ടോട്ടൽ 1,09,600. പ്രീ ഇൻകോർപ്പറേഷനിലെ എക്സ്പെൻസിൻ്റെ ടോട്ടൽ 19,860. പോസ്റ്റ് ഇൻകോർപ്പറേഷനിലെ എക്സ്പെൻസിൻ്റെ ടോട്ടൽ 89,740. എന്നിട്ട് ഇവിടെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടല്ലോ ഇൻകം ആയിട്ട്. ആ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഈ ടോട്ടൽ എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് 1,90,400. പ്രീ ഇൻകോർപ്പറേഷൻ പ്രോഫിറ്റ് 10,140. പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പ്രോഫിറ്റ് 1,80,260. ഇത് സെയിം ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ ഇല്ലസ്ട്രേഷൻ 5 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടി നിങ്ങൾ വ്യക്തമായിട്ട് നോക്കി പഠിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യനാണിത്.